അവർക്ക് ക്രിസ്മസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല. RSSന്റെ ഗണഗീതം പാടണമെന്നുള്ള ആവശ്യം സംഘപരിവാർ സംഘടനകൾ അടക്കം ഉയർത്തുകയാണ്. ഇന്ന് തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ തപാൽ വകുപ്പിന്റെ ജില്ലാ പരിപാടിയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ ഈ ഗണഗീതം പാടണമെന്ന ആവശ്യം ഉയർത്തുകയും ക്രിസ്മസ് ആഘോഷം തന്നെ ഇല്ലാതെ ആയ ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെയാണ് അല്ല, ഇപ്പോൾ എല്ലാം കാവ്യവൽക്കരണവും RSS വൽക്കരണവും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ക്രിസ്മസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല. അപ്പോൾ തങ്ങളുടെ അജണ്ട ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കണമെന്നുള്ള ഒരു പിടിവാശി ഇപ്പോൾ RSSനുണ്ട്. അപ്പോൾ RSSന് കൊട പിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് രാജ്യത്ത് അധികാരത്തിരിക്കുന്നത്. നമ്മുടെ മതേതരത്വത്തെക്കുറിച്ചോ നമ്മുടെ ഈ രാജ്യം നൂറ്റാണ്ടുകളായി പുലർത്തുന്ന ഉന്നതമായ ആ മതനിരപേക്ഷത, മതസൗഹാർദ്ദം, ഇതൊന്നും അവരെ സംബന്ധിച്ചിന്ന് ബാധകമല്ല. തങ്ങളുടെ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വളരെ വേദനയാണ്. ഓരോ ദിവസവും ഈ രാജ്യത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് അതിക്രൂരമായ ആക്രമണങ്ങളുടെ വാർത്ത വരുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഒരു പള്ളിയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ മുഴുവൻ അടിച്ചോടിച്ചു. ഓരോ വർഷവും 100 കണക്കിന് ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഇന്ന് പള്ളിയിൽ പ്രാർത്ഥന നടത്താൻ പറ്റത്തില്ല, പ്രാർത്ഥനാ കൂട്ടായ്മ നടത്താൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രശസ്തങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റുകളാണ്. അവിടെ ഈശ്വര പ്രാർത്ഥന നടത്താൻ പറ്റില്ല. അവിടെ ഈ ഗണഗീതം പാടണമെന്നാണ് പറയുന്നത്. ഈശ്വര പ്രാർത്ഥന പാടാൻ പാടില്ല, ഗണഗീതം പാടണം. അവിടെ വച്ചിരിക്കുന്ന സ്റ്റാച്യു എല്ലാം അടിച്ചു പൊളിക്കുന്നു, പള്ളികളിൽ കയറി അടിച്ചു തകർക്കുന്നു. ഇവർക്ക് ഈ സംഘപരിവാറിനെ തീരെഴുതി കിട്ടിയൊരു രാജ്യമാണെന്നൊരു തെറ്റിദ്ധാരണ കുറച്ച് സംഘപരിവാറിൻ്റെ ആളുകൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. അവർ ആ പരിപ്പ് ഇവിടെ ഈ വെള്ളത്തിൽ വേഗത്തില്ല. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ജനമനസ്സ് എന്ന് പറയുന്നത് മതേതരത്വത്തെ സ്നേഹിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മജിയും ഒക്കെ രൂപം കൊടുത്ത ആശയങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അതിനെ സംഘപരിവാറിനെ ഉപയോഗിച്ച് എല്ലാ മേഖലകളിലും അങ്ങ് അടിച്ചൊതുക്കാമെന്നൊരു താല്പര്യം അത് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കില്ല. അതിശക്തമായ പ്രതിഷേധവും അതിശക്തമായ പ്രതികരണങ്ങളും ഉണ്ടാകും. ഇന്ത്യയിലെ പൊതുസമൂഹം അതോടൊപ്പമായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുക.